ഉരുൾപൊട്ടിയ മുണ്ടക്കയിലെ ചിരിമാഞ്ഞിട്ടിപ്പോൾ ബാക്കിയായത് കണ്ണുനീര് പറ്റിയ കുറെ മനുഷ്യർ മാത്രമാണ്. തലചായ്ക്കാൻ ഇനിയൊരിടം കിട്ടുമോ എന്നതാണ് മുണ്ടക്കൈ നിവാസികളുടെ ചോദ്യം. മുണ്ടക്കൈയിലെ ഓരോ വീടും ഇന്നടഞ്ഞു കിടപ്പാണ്. ഒരാൾ പോലും ഇന്ന് ഈ പ്രദേശത്തില്ല. എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പക്ഷേ അപ്പോഴും പറയാനുള്ളത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടവരുടെ കഥയാണ്. എല്ലാത്തിലും ആളുണ്ടായതാണ്. ഇതൊക്കെ പേടി സ്വപ്നമായിട്ട് എല്ലാവരും നിൽക്കും. ഇവിടെ ജനവാസ കേന്ദ്രമല്ല, എന്നാലും ഞങ്ങൾക്ക് എവിടെയും പോകാനൊരു ഇടമില്ലാത്തതുകൊണ്ട് ഈ എസ്റ്റേറ്റ് പാടിയിൽ നിൽക്കുകയാണ്. എസ്റ്റേറ്റ് ജോലിക്കാരാണ്, ഞങ്ങളൊക്കെ എസ്റ്റേറ്റ് ജോലിക്കാരായിരുന്നു. ഈ വീട് ഇതൊക്കെ ഇവിടെയൊക്കെ റിസോർട്ട് ലോബികൾ ഇവിടെ വന്ന് ഒക്കെ നായാട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരാൻ സാധ്യത. ഇവിടെ ഒരാളെ ഇനി ഇവിടെ നിർത്താൻ നിങ്ങൾ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരെങ്കിലും ജീവിക്കട്ടെ, ഉള്ള കാലം വരെ ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ അപകടങ്ങൾ സംഭവിക്കും. അത് പൂർണ്ണമായി ഞങ്ങൾക്ക് അറിയുന്ന ഞങ്ങൾ പെറ്റുവളർന്ന നാടായതുകൊണ്ട് പറയാണ്. ഇത് ജനവാസ കേന്ദ്രമല്ല. ഇത് ഇവിടുന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു 2 സെൻറ്റ് സ്ഥലത്തിൽ ഏതെങ്കിലും വലിയ മാളിക വേണമെന്നല്ല, ചെറിയൊരു ചാളപ്പര കിട്ടി ഞങ്ങൾ അവിടെ പോയി കിടക്കും. എവിടെയെങ്കിലും പോയി കിടന്ന് ഞങ്ങളെ കുട്ടികളെയും കൂട്ടി ഞങ്ങൾ മരിക്കണവരെ നിൽക്കാം. കുറഞ്ഞ വീടുകളിൽ മാത്രമേ ആളുണ്ടായിട്ടുള്ളൂ. മറ്റിലൊക്കെ ഈ പെരും മഴയായതുകൊണ്ട് കുടുംബങ്ങളിലൊക്കെ പോയതാണ്. ആരെയും നിർബന്ധത്തിനല്ല, സ്വയം പേടിച്ച് പോയതാണ്. പിന്നെ ഈ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ മേലെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആൾക്കാർ പോയില്ലെങ്കിൽ മേലെ ഭാഗത്തുള്ള ആൾക്കാരും ഇങ്ങോട്ട് താഴത്തേക്ക് കുടുംബത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അവരൊക്കെ മൊത്തം പോയിട്ടുണ്ട്. ഞങ്ങളെ 7 പേരും പോയി. പിന്നെ എൻ്റെ ഇളയമ്മാൻ്റെ വീട്ടിലെ ഏകദേശം ആൾക്കാരൊക്കെ പോയി. ഈ നിൽക്കുന്ന വീട്, ഈ ടാങ്കിൻ്റെ അപ്പുറത്ത് പള്ളിനോട് ചാരിലെ വീട്ടിൽ 10-20 ആൾ മൊത്തം പോയി. അതിൽ ആകെ 2-3 ആളെ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ വ്യാപ്തി ഒരുപാടപ്പുറം നമ്മൾ ഉദ്ദേശിക്കരുതിൻ്റെയൊക്കെ എത്രയോ കൂടുതലാണ്. മഴ പെയ്യുന്നത് കണ്ടപ്പോൾ അന്ന് കുറച്ച് പേടി തോന്നി. കാരണം മുമ്പ് ഒരു 2018 18 പുത്തുമല 19 ഇവിടെ ചെറിയ പൊട്ടിയിരുന്നു. മോഹൻലാലിനൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു നമ്മളെ പുറകിൽ. അതിൽ 4-5 ഏക്കറ പൊട്ടി നമ്മളെ വീടിൻ്റെ ബാക്കിൽ കൂടെ പോയി. എങ്ങനെ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ വേണ്ടേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചെളിയും അതിനി നന്നാക്കിയാലും നന്നാവില്ല. കാരണം എന്താണ്, ഇപ്പോൾ ആ പൊട്ടിയതിൻ്റെ ബാക്കി ഈ അടുത്ത വർഷം അല്ലെങ്കിൽ പിറ്റത്തെ വർഷം ഏതായാലും 2-3 വർഷത്തിൽ ഇനിയും പൊട്ടും. അത് ഉറപ്പാണ്. കാരണം അത് അത്രയും വലിയ മലയിൽ നിന്നാണ് ആ പൊട്ടി വന്നിട്ടുള്ളത്. കണ്ടറിയാലോ. ഇനി എങ്ങനെ അതിൻ്റെ ചുവട്ടിൽ വിശ്വസിച്ച് താമസിക്കാം? ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 38 വർഷം കൊണ്ട് ആ ഉണ്ടാക്കിയ വീടും എൻ്റെ 3 മക്കളുമാണ്. വേറെ ഒന്നുമില്ല. ഈ ഒരു വണ്ടി ഉണ്ട് കയ്യിൽ. ഇപ്പം ഞാനും വണ്ടിയും ഭാര്യയും അവിടെ നിന്ന് പോകുന്നുണ്ട്. മക്കൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കി പോകാനുള്ളതൊക്കെ പോയി. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും താമസിക്കാനൊരു എവിടെ കിടന്നൊന്ന് മരിക്കാനൊന്ന് കിടക്കണ്ടേ. ചിരികളൊക്കെ മാഞ്ഞു. ഇവിടെ ഈ അംഗനവാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാതിൽ മുഴങ്ങിക്കേൾക്കുന്നത് കുരുന്നുകളുടെ കരച്ചിലാണ്. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയില്ല. പക്ഷേ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പിക്കാം. പ്രശോഭ് കുറ്റിയിലിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം, വയനാട്.